സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. അയോധ്യയിലെ രാമജന്മഭൂമിയും വഖഫിന്റെ സ്വന്തമാണെന്ന അവകാശവാദവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. രാജ്യത്തെ പല ചരിത്ര സ്മാരകങ്ങളിലും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഹൈന്ദവരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായി അയോധ്യ രാമജന്മഭൂമിയും അവകാശമുന്നയിച്ച് മുസ്ലിം ലീഗ് രംഗത്തെത്തുന്നത്. ബാബറി മസ്ജിദ് നിലനിന്നിരുന്നത് വഖഫ് ഭൂമിയിലാണെന്ന വിചിത്ര പ്രസ്താവനയാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉന്നയിക്കുന്നത്. രാമജന്മഭൂമി വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് മാത്രമാണ് അനുസരിച്ചത്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കം അംഗീകരിച്ചതുകൊണ്ടാണെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു. നിയമം അനുസരിക്കുമെങ്കിൽ വഖഫ് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമികൾ വഖഫിന്റേതാണെന്ന നിലപാടാണ് മുസ്ലിം ലീഗിന്റേത്. മുനമ്പം ഭൂമിയും വഖഫിന്റേതാണെന്ന പ്രസ്താവനയുമായി KM ഷാജിയും ET മുഹമ്മദ് ബഷീറും രംഗത്ത് വന്നിരുന്നു. നിരവധി ഭൂമികളിൽ 250ഓളം സംരക്ഷിത സ്മാരകങ്ങളിലും വഖഫ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി രാമജന്മഭൂമിയിലെ അവകാശവാദം. രാജ്യത്തെ മിക്ക ഭൂമിയും വഖഫിന്റേതാണെന്ന് കൈയെടുക്കുകയാണെന്നും ഇവരുടെ ലക്ഷ്യം.